ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് ദീപാവലിയൊക്കെ വന്നതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇലയുടെ ഒരു വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസം പറഞ്ഞിരുന്ന് 3-4 ഇല കൊണ്ടുവന്നെന്ന്. അങ്ങനെ അന്ന് ആ ഇല കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇലയുടെയോ പൊതിച്ചോറോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം, ഇനി കൂടി എൻ്റെ അടുത്ത് ഇലയുടെ കാര്യം മിണ്ടിയേക്കരുതെന്ന്. വല്ലവരുടെയൊക്കെ അയ്യത്ത് നിൽക്കുന്ന ഇലയല്ലേ, നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ ഓടിച്ചെന്ന ഇല വെട്ടാൻ നമ്മുടെ അയ്യത്തൊന്നും ഇല്ലല്ലോ. നാട്ടിലൊക്കെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ പെട്ടെന്ന് ചെന്ന് വെട്ടാൻ നമ്മുടെ അയ്യത്തൊക്കെ വാഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം വരുമ്പോൾ ഇലയെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് ചാടിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാക്കി ഇല വെച്ചിട്ട് ഇന്നൊരു പൊതിച്ചോറ്, എല്ലാവർക്കും പൊതിച്ചോറ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം പൊതിച്ചോറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരൻ റെഡിയാക്കി, പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, നിറയെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മുട്ടയും പൊരിച്ചെടുത്തു. പിന്നെ ഇല വാട്ടിയെടുത്ത് അതിലേക്ക് ചൂട് ചോറ് വിളമ്പി, പിന്നെ എന്താ പറയുന്നത്, അതിലേക്ക് ബീട്രൂട്ട് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതിപ്പം എനിക്കും അക്കൂനും കൂടാണ് ഈ ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അച്ചാറും, നെല്ലിക്ക അച്ചാറായിരുന്നു, നെല്ലിക്ക അച്ചാറും മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നുള്ള പൊതിച്ചോറായതുകൊണ്ട് മീൻ വറുത്തൊന്നുമില്ല, പക്ഷേ മീൻ കറി ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ എടുക്കുന്നില്ല, അതിപ്പം അഴിച്ച് കഴിക്കുമ്പോൾ എടുക്കാമല്ലോ. അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം കാത്തിരുന്ന് ആ പൊതി അങ്ങോട്ട് തുറന്നു. എൻ്റെ പൊന്നി ഒന്നും പറയേണ്ട, നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായി, കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് വന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഞാനിങ്ങനെ പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെയാണ് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തോരനും കുറച്ച് മീൻ കറിയും ചമ്മന്തിയും കൂടെ ഒക്കെ എടുത്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ.